നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ ആവേശത്തിലാണ് കോൺഗ്രസും BJPയും അല്ലെങ്കിൽ UDFും NDAയും. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി എങ്ങനെ മറികടക്കാം എന്ന് ഉള്ള ചർച്ചകൾ പോലും തുടങ്ങാൻ CPMന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തോൽവിയുടെ കാരണത്തെക്കുറിച്ച് അവർക്ക് പഠിക്കാൻ അവർ സ്വയം ഭയപ്പെടുന്നതായിട്ടാണ് തോന്നുന്നത്. പക്ഷേ കോൺഗ്രസ് അവരുടെ വിജയമന്ത്രം ചെറുപ്പക്കാരെ മുൻനിർത്തിയുള്ള വിജയമന്ത്രം, പ്രചരണ രംഗത്തെ ചെറുപ്പക്കാരെ മുൻനിർത്തിയുള്ള വിജയമന്ത്രം ആവർത്തിക്കുകയാണ്. തിരുവനന്തപുരം അതിൻ്റെ ടെസ്റ്റ് കേസായിരുന്നു. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ദുർബലമായിരുന്ന സംഘടനാ സംവിധാനമുള്ള ജില്ലകളിൽ ഒന്നായിരുന്നു തിരുവനന്തപുരം. മാത്രമല്ല, കാലാകാലങ്ങളിലായി അവിടെ സ്ഥാനങ്ങൾ ഇരുന്ന വിവിധ ഗ്രൂപ്പ് നേതാക്കൾ ആ സംഘടനയെ ഇല്ലാതാക്കുകയും ചെയ്തു. അവിടെയാണ് തിരുവനന്തപുരത്തിൻ്റെ ചുമതല KM മുരളീധരന് കൊടുക്കുകയും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചെറുപ്പക്കാരെ സ്ഥാനാർത്ഥികളാക്കി നിർത്തുകയും ചെയ്തത്. അപ്പോൾ ഈ സ്ഥാനാർത്ഥികളായിട്ട് നിർത്തിയ ചെറുപ്പക്കാരുടെ പെർഫോമൻസ് അത് അവരെ നിർത്തിയവരെ പോലും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കളെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ളതാണ് ഉണ്ടായത്. ഇപ്പോൾ ഉദാഹരണം, പല ഡിവിഷനുകളിൽ ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം സുധീർ ഷാ പാലോട് 5685 വോട്ടിലാണ് കല്ലറ ഡിവിഷനിൽ നിന്ന് ജയിക്കുന്നത്. അതുപോലെ നവീൻ കല്ലമ്പലം മണമ്പൂർ ഡിവിഷനിൽ നിന്ന് ജയിക്കുന്നത് 3785 വോട്ടിന്. അതുപോലെ അനിപ്രസാദ് 2044 വോട്ടിന് ഒറ്റശേഖരമംഗലത്തിൽ ജയിക്കുന്നു. അങ്ങനെ ചെറുപ്പക്കാരായി നിന്നവരല്ല. അപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് മുട്ടടയിൽ ജയിച്ച വൈഷ്ണവി സുരേഷാണ്. ഒരു കാലത്തും കോൺഗ്രസിന് ജയിക്കാൻ സാധ്യതയില്ലായിരുന്ന, എല്ലാവരും എഴുതി തള്ളിയിരുന്ന മുട്ടട വാർഡിൽ നിന്നും വൈഷ്ണവി സുരേഷ് അവരുടെ യുവത്വത്തിൻ്റെ, അവരുടെ പ്രസരിപ്പിൻ്റെ, അവരുടെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ കഴിവ് കൊണ്ട് മാത്രം അത് കോൺഗ്രസിന് വേണ്ടി ആ സീറ്റ് ഇടതുപക്ഷത്ത് നല്ല CPMൽ നിന്ന് തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖത്തേറ്റ അടിയായിരുന്നു. തെരഞ്ഞെടുപ്പ് കൃത്രിമത്തിൽ കൂടി എങ്ങനെ സ്ഥാനാർത്ഥികളെ ഇല്ലാതാക്കാം അല്ലെങ്കിൽ ഇലക്ഷൻ ജയിക്കാം എന്നുള്ള മാർഗം വളരെ വിശദമായി പഠിച്ച് പരീക്ഷിച്ച് വിജയിച്ചവരാണ് ഇവർ. അപ്പോൾ ആ മാർഗം മുട്ടടയിലും ആവർത്തിച്ചു. പക്ഷേ വിജയം എന്ന് പറയുന്നത് ഈ യുവതിയുടെ ഒപ്പം നിന്നു, സത്യത്തിൻ്റെ കൂടെ നിന്നു, ധർമ്മത്തിൻ്റെ കൂടെ നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതേ പരീക്ഷണം അടുത്ത നിയമസഭയിലേക്ക് കൊണ്ടുവരുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ ജയിക്കുകയും പിന്നീട് പരാജയപ്പെടുകയും ചെയ്ത ചില നേതാക്കളുണ്ട്. അവർ 2, 3, 4 ടേമായി ഈ നിയോജകമണ്ഡലങ്ങളിൽ മത്സരിക്കുകയാണ്. ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോക്കും. പക്ഷേ ഇവരിങ്ങനെ തുടർച്ചയായിട്ട് മത്സരിക്കുക വഴി ഇവിടെയൊന്നും കോൺഗ്രസ് സംഘടന ഇല്ലാതായി. കോൺഗ്രസ് തോറ്റയിൽ നാണക്കേടേണ്ട ആവശ്യമില്ല. അവിടെ തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് തോറ്റു എന്നുള്ളതിന് നാണക്കേടേണ്ട ആവശ്യമില്ല. പക്ഷെ മറിച്ച് തോറ്റതിലല്ല, തോറ്റ രീതിക്കാണ്. 2ാം സ്ഥാനത്ത് എത്തിയില്ലെന്ന് മാത്രമല്ല, വളരെ ഡിസ്റ്റൻ്റ് തേർഡ്, വളരെ അകലെ 3ാം സ്ഥാനത്താണ് പല നിയോജകമണ്ഡലങ്ങളും എത്തിയത്. ഇതിന് കാരണക്കാരാരാണ്? ഈ കാരണക്കാരായ സ്ഥാനാർത്ഥികളെല്ലാം എപ്പോഴും ഏതെങ്കിലും കോൺഗ്രസിൻ്റെ പ്രമുഖ മീറ്റിംഗ് നടത്തുമ്പോൾ വേദി നിറഞ്ഞ് ഇവരെ കാണാം, ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണാം, കൈകൂപ്പുന്ന കാണാം. പക്ഷേ ഇവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ, പ്രവർത്തന മേഖലയിൽ, പ്രവർത്തന നിയോജകമണ്ഡലത്തിൽ ഇവരാരും പോകുന്നില്ല. ഇങ്ങനെ പോകാതിരിക്കുന്നതിൻ്റെ കാരണം നേതാക്കന്മാർ വരുമ്പോൾ ഏതെങ്കിലും രമേശ് ചെന്നിത്തലയോ സതീശനോ അല്ലെങ്കിൽ KC വേണുഗോപാലോ സുധാകരനോ അടൂർ പ്രകാശ് ആര് വരുമ്പോഴും അവരുടെ സാന്നിധ്യത്തിൽ ഇവരും സജീവമാണ്. അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തേക്കില്ല. ഈ നേതാക്കന്മാർ സ്ഥലം വിട്ട് കഴിയുമ്പോൾ ഇവർ സ്വയം ഇവരുടെ പഴയ താവളങ്ങളിലേക്ക് മടങ്ങുകയാണ്. സംഘടനാ പ്രവർത്തനമൊന്നുമില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ഈ പ്രാവശ്യം ആ തിരുവനന്തപുരത്ത് നിന്നാണ് 10ൽ നിന്നും 19 എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ശബരിനാഥിൻ്റെയോ മുരളീധരൻ്റെയോ വ്യക്തിപരമായ കഴിവല്ല, പ്രചരണ രംഗത്തെടുത്ത പുതിയ തന്ത്രത്തിൻ്റെ. അങ്ങനെ തന്ത്രം എടുക്കാൻ ഇപ്പോൾ കൊല്ലത്തങ്ങനെ ജയിച്ചു ആരുമില്ല. നേതാക്കന്മാരുടെ ശല്യം വളരെ കുറവായിരുന്നു. അത്തരം നേതാക്കന്മാർ ബിന്ദുകൃഷ്ണൻ 1-2 പേരുടെ പേരേ പറയാനുള്ളൂ. വിഷ്ണുനാഥും പുറത്തുനിന്ന് നിന്ന് മത്സരിച്ചാണ്. കുണ്ടറ അങ്ങനെ അധികം ഇടനിലക്കാർ നേതാക്കാർ ഇല്ലാത്തൊരു ജില്ലയായിരുന്നു കൊല്ലം. അതിൻ്റെ മെച്ചം അവിടെ കിട്ടി. ആലപ്പുഴ നേരം മറിച്ചായിരുന്നു. അങ്ങനെയുണ്ട്. കോട്ടയത്തെ ഇടനിലക്കാർ നേതാക്കന്മാർ ഒത്തിരി പേര് ഇല്ലാതായി. പകരം കോട്ടയത്തും നല്ല മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ പറ്റി. എറണാകുളത്ത് പിന്നെ പറയണ്ട, സജീവമായ സംഘടനാ പ്രവർത്തനം നടക്കുന്ന ചുരുക്കം ചില ജില്ലകളിലൊന്ന് എറണാകുളമാണ്. മറ്റ് സ്ഥലങ്ങളുടെ സ്ഥിതി അറിയാം. പിന്നെ ഏറ്റവും അത്ഭുതകരമായ വിജയം പത്തനംതിട്ട ഉണ്ടായിട്ടുണ്ട്. അതൊരു വേറൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാരെ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിക്കാമെന്നുള്ള കോൺഗ്രസിൻ്റെ തന്ത്രം വിജയിക്കുമോ ഇല്ലയോ, അവിടെയാണ് നോക്കേണ്ടത്. എന്തുകൊണ്ടാണ് ചെറുപ്പക്കാർ രംഗത്തേക്ക് വരുമ്പോഴേക്കും കോൺഗ്രസിനൊരു പുതിയ ഊർജ്ജം ലഭിക്കുന്നത്? പ്രധാനപ്പെട്ട കാരണം കണ്ട് മടുത്ത മുഖങ്ങൾ, പല പ്രാവശ്യം പരീക്ഷിച്ച മുഖങ്ങൾ, സ്റ്റേജിലിരിക്കുക എന്നുള്ളത് മാത്രമാണ് പാർട്ടി പ്രവർത്തനം എന്ന് വിചാരിക്കുന്ന മുഖങ്ങൾ,
പ്രസംഗിക്കുക എന്നുള്ളത് മാത്രമാണ്, വേദികളിൽ പ്രസംഗിക്കുക എന്നുള്ളത് മാത്രമാണ് സംഘടനാ പ്രവർത്തനം വിചാരിക്കുന്ന ഇവരെ കോൺഗ്രസ്സിന് വലിയ ഭാരം തന്നെയാണ്. ഈ ഭാരം ഇറക്കി വയ്ക്കാൻ കോൺഗ്രസ്സിന് പറ്റണം. ഇത് അവിടെ പതിയിരിപ്പുണ്ട്. ഇവരെല്ലാം സ്വയം നാളെ എങ്ങനെയെങ്കിലും ഇപ്പോൾ ജയിക്കാനൊരു സാധ്യതയുണ്ട്. UDF അനുകൂലമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. തങ്ങൾ മത്സരിച്ചാലും ജയിക്കും, അല്ലെങ്കിൽ ആരും ഏത് കുറ്റിച്ചുകളിൽ നിന്നാലും ജയിക്കും എന്നുള്ള ധാരണയിലാണ് ഇവർ മത്സരിക്കുന്നത്. ഏത് കുറ്റിച്ചുകളിനെ നിർത്തിയാലും തിരുവനന്തപുരത്ത് ജയിച്ചു വരാമെന്നൊരു ധാരണ ഉണ്ടെങ്കിൽ, ചില നിയോജകങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവർക്ക് മത്സരിക്കാനുള്ള ത്വര കൂടും, അല്ലെ ആർത്തി, പച്ചയ്ക്ക് പറഞ്ഞ ആർത്തി കൂടും. ഈ ആർത്തി തോറ്റാലും കുഴപ്പമില്ല, അടുത്ത ഇലക്ഷന് വീണ്ടും മത്സരിക്കാം. അതിന് അല്ലെ കാരണം സംഘടനാ പ്രവർത്തനത്തെ പറയാം, അല്ലെ അണികൾ കാലുവാരി എന്ന് പറയാം. ഇവിടെ പക്ഷേ വേറൊരു അപകടം, കോൺഗ്രസ്സുകാരുടെ സ്വതസിദ്ധ സ്വഭാവം എങ്ങനെ ഇവരെയൊക്കെ മാറ്റി നിർത്തിയാൽ ഇവരെല്ലാം മത്സരിക്കാൻ റെഡിയായി, റിബലായിട്ട് വിമതനായിട്ട് മത്സരിക്കാൻ റെഡിയായിട്ട് ഏത് സമയത്ത് രംഗത്ത് വരാം. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വിമതരുടെ ശല്യം വളരെ കുറവായിരുന്നതുകൊണ്ട് മാത്രമാണ് ഈ നേട്ടം ഉണ്ടാക്കാൻ പറ്റിയത്. മറിച്ച് അസംബ്ലിയിലേക്ക് വരുമ്പോൾ വിമതരുടെ എണ്ണം കൂടും. അതും തലയെടുപ്പുള്ള വിമതരായിരിക്കും. പാലോട്രി കാണും, വർക്കല കഹാർ കാണും, BRM ഷഫീർ കാണും, അല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോ ശക്തൻ കാണും. ഇത്തരം നേതാക്കൾ എല്ലാം വേണമെങ്കിൽ നാളെ സീറ്റ് കിട്ടുന്നില്ലെങ്കിൽ വിമതനായിട്ട് ഏത് സമയത്തും വരും. അപ്പോൾ വിമതനായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ കോൺഗ്രസ്സിന് കഴിയണം. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ 10-13 വിമതന്മാർ കോർപ്പറേഷനിലേക്ക് മത്സരിച്ചു. 1-2 പേർക്ക് ജയിക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ദയനീയമായി തോറ്റു. അത്തരമൊരു തോൽവി തിരുവനന്തപുരം ജില്ലയിലും വിമതരായി വരുന്നവർക്കിട്ട് കൊടുക്കാൻ പറ്റിയാൽ അതായിരിക്കും കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും പ്രധാനം. പിന്നെ കാണാതെ പോകാത്ത അപകടം, ഇതേ രീതിയിൽ തന്നെ കുറേ പുതുമുഖങ്ങളുമായിട്ടാണ് BJP രംഗത്ത് വരുന്നത്. BJP രംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കോൺഗ്രസിൻ്റെ വോട്ട് ബേസിൽ തന്നെ ചിലപ്പോൾ വെല്ലുവിളിക്കുന്ന, കോൺഗ്രസിൻ്റെ വോട്ട് ബേസിനെ വെല്ലുവിളിക്കുന്ന ഏക സ്ഥലം, BJP വെല്ലുവിളിക്കുന്ന ഏക ജില്ല ഒരുപക്ഷെ തിരുവനന്തപുരമായിരിക്കും. മറ്റു ജില്ലകളിൽ കൊല്ലത്തും ആലപ്പുഴയിലൊന്നും ആ പ്രശ്നമില്ല. BJP വോട്ട് പിടിച്ചാൽ ക്ഷീണം ഇടതുപക്ഷത്തിനാണ്. തിരുവനന്തപുരത്ത് നേരം മറിച്ചാകാം. ആ അപകടത്തെയും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് BJPയുടെ സൂത്രപ്പണികളെ എങ്ങനെ ടാക്കിൾ ചെയ്യുമെന്നുള്ള ചിന്തയായിരിക്കണം കോൺഗ്രസ് പ്രവർത്തനത്തിന് തിരുവനന്തപുരത്ത് ഏറ്റവും മുമ്പിൽ വേണ്ടത്. നേതൃത്വം കൊടുക്കാൻ ആരും ഇപ്പോൾ മുരളീധരൻ തന്നെയുണ്ട് അവിടെ, മത്സരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇനി സീനിയോറിറ്റി പറഞ്ഞ് മുരളീധരനെ വേണം മാറ്റി നിൽക്കാം, അല്ലെങ്കിൽ മുരളിക്ക് സ്വയം മാറി നിൽക്കാം, എങ്ങനെ വേണേ ആകാം. പക്ഷേ പ്രവർത്തിക്കാൻ തയ്യാറില്ലാത്ത നേതാക്കന്മാരെ അത് ഒഴിവാക്കുക. കഴിഞ്ഞ ദിവസം വേറെ 2 സ്ഥലം പറഞ്ഞു. ഒന്ന് ആലപ്പുഴ ഹൈക്കമാൻഡ് ജില്ല എന്നാണ് പറഞ്ഞത്. എത്ര ഹൈക്കമാൻഡ് മെമ്പർമാരുണ്ട് അവിടെ? അതുപോലെ കോട്ടയത്ത് KPCC മെമ്പർമാർ 2 പേര്, പ്രധാനപ്പെട്ട 2 പേരുള്ളൊരു നിയോജകമണ്ഡലമുണ്ട്. അവിടെയൊക്കെ കോൺഗ്രസിൻ്റെ പ്രകടനം മോശമായിരുന്നു, അവരുടെ പഞ്ചായത്തുകളിൽ മോശമായിരുന്നു. അവർക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം കൈമോശം വന്നു പോയവരാണിവർ. മീറ്റിംഗ് വരും, പത്രസമ്മേളനം നടത്തും, അതിൽ കൂടുതൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ജനങ്ങളുമായിട്ട് ഇടപഴകാൻ തയ്യാറായ ഏതെങ്കിലും നേതാവ് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ, സുധാകരന് കാര്യം ആരെല്ലാം എതിർക്കുമ്പോൾ പോലും കണ്ണൂരിലെ പ്രവർത്തകരുമായിട്ട് സുധാകരൻ ആത്മബന്ധമുണ്ട്. ആത്മബന്ധം കാത്തു സൂക്ഷിക്കാൻ ഇവരിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഗ്രൂപ്പ് ബന്ധങ്ങളല്ലാതെ പ്രവർത്തകരുമായിട്ട് ആത്മബന്ധം കാത്തു സൂക്ഷിക്കാൻ എത്ര പേരുണ്ട്? അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ ഷാഫി കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള നേതാവ്, എല്ലാ പാർട്ടി എടുത്താലും നേതാവായിട്ട് ഷാഫി മാറുകയാണ്. ഷാഫിയെ ഇല്ലാതാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കും. ആ കൂട്ടത്തിൽ ഷാഫിയോട് വിരോധമുള്ള കോൺഗ്രസ്സുകാർ വേണം ശ്രമിക്കാം. അപ്പോൾ ഇങ്ങനെ ഒത്തിരി അപകടങ്ങളെ മറികടന്ന്, സങ്കീർണതകളെ മറികടന്ന് വേണം കോൺഗ്രസ്സിന് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പാതയിലേക്ക് എത്തിപ്പെടാൻ. അതിന് തിരുവനന്തപുരത്തെ പരീക്ഷണം ഒരു വലിയ വിജയമായിട്ടെടുക്കാം. എന്താണേലും പഴയ മുഖങ്ങളെ മാറ്റി നിർത്തിയേ പറ്റൂ. PC വിഷ്ണുനാഥും അനിൽകുമാറിനെ പോലുള്ളവരൊക്കെ ചേർന്നാണ് ചെറുപ്പക്കാരെ കൊണ്ടുവരാനുള്ള പുതിയ പോളിസി തുടങ്ങിയിരിക്കുന്നത്. ടീം UDF എന്ന് പറയുന്ന നേതൃത്വം വർക്ക് ചെയ്യുന്ന ടീം UDF ആയിരിക്കണം. വെറുതെ എവിടെയെങ്കിലും മൂലയ്ക്ക് മാറി നിൽക്കുന്ന ഫോർവേഡ് പൊസിഷൻ കളിച്ചിട്ട് ഏതെങ്കിലും ഓഫ് സൈഡ് കിട്ടുമെന്ന് നോക്കി നടക്കുന്ന ഫുട്ബോൾ കളിക്കാരൻ്റെ കൂട്ടായിരിക്കരുത് നേതാക്കന്മാർ എന്ന് മാത്രം പറയുന്നു. തൽക്കാലം ഇത്രമാത്രം.